ഈ കൊറോണ കാലം ഓർമ്മയില്ലേ? ലോകം മൊത്തം നിശ്ചലമായ അവസ്ഥ, രോഗബാധിതരായി എല്ലാവരും വീട്ടിൽ, ലോക്ക്ഡൌണിൽ. 24,052 പേരാണ്. രാജ്യത്ത് അത് ഏറ്റവും എങ്ങനെ കൂടുതൽ അതിജീവിക്കാന്നുള്ള രോഗികളുള്ളത് ചിന്തയിൽ നിന്നാണ് കേരളത്തിലാണ്. ഇന്നലെ കായികനികളും 1,644 പേർക്കാണ് ജന്തുക്കളും രോഗബാധ. പക്ഷികളും ഇന്നലെയും ഒക്കെ ഉള്ള ഒരു എറണാകുളത്താണ് ഫോറസ്റ്റ് കൂടുതൽ ഡെവലപ്പ് രോഗികൾ. ചെയ്യാന്നുള്ള 623 തീരുമാനത്തിലെത്തിയത്. പേർക്കാണ് എറണാകുളത്ത് ഇന്നലെ കോവിഡ് അതുമാത്രം പോരാ, സ്ഥിരീകരിച്ചത്. സ്വയം പര്യാപ്തതയ്ക്ക് ഇത് ഞങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് ചെയ്തതങ്ങനെയാണ്. മാവ്, പ്ലാവ്, തേങ്ങ എക്സെട്ര നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് താറാവിനെ മേടിച്ചു. ഡോഗ്സ് വീട്ടിൽ തന്നെ ഉള്ളതാണ് പണ്ടിട്ട്. കൽക്കത്തിന് മേടിച്ചു. ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ചു. ഇവര് വലുതായി. അമ്മച്ചിക്ക് എല്ലാവരും ഭാഷ അറിയാം. ഞങ്ങൾ ഫസ്റ്റ് കൊറോണയ്ക്ക് മുമ്പൊക്കെ നട്ടുപിടിപ്പിച്ച കുറേ മരങ്ങൾ പ്രോപ്പറായിട്ടല്ലായിരുന്നു, ഓവർലാപ്പ് കയറിയേക്കായിരുന്നു. സെക്കൻഡ് സ്റ്റേജ് ചെയ്യാൻ സമയമായി. അപ്പം അതിന് വേണ്ടിയിട്ട് പോകണേണ്. കോവേലിലാണ് കാഞ്ഞൂര് ചെന്നേക്കണത്. ആളുടെ അടുത്ത് വില പേശാണ്. മാവും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ബാലിച്ചാമ്പയ്ക്ക് എത്രയാ? മറ്റേ ഈ ചെറുനാരങ്ങയുടെ തൈയുണ്ടോ? അതുണ്ടാവും. ചക്കരക്കുട്ടിയാ? നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരും. വീട്ടിൽ കൊത്തിയില്ലായിരുന്നു, അപ്പോൾ കൊത്തി മേടിക്കാൻ പോവാണ്. ഫസ്റ്റ് കടയിൽ പോയി, അപ്പോൾ അതിന് പെർഫെക്ഷൻ പോരാ. സെക്കൻഡ് കടയിൽ പോയപ്പോൾ അതിന് കളറ് സുഖമില്ല. മൂന്നാമത്തെ കടയിൽ പോയ ചേട്ടൻ ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്, വാട്ടർ പ്രൂഫാന്ന് പറഞ്ഞ് നമ്മൾ പിടിപ്പിച്ചു. പിന്നെ പോയത് വളം ഡിപ്പോയിലേക്കാണ്. തിരുവരാണിക്കുളം വളം ഡിപ്പോയിലാണ് പോയത്. അവിടെ നിന്ന് വളം മേടിക്കാൻ വേണ്ടിയിട്ട് വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയൊക്കെ അടങ്ങിയ ഒരു വളം മേടിച്ച്. വീട്ടിൽ ചാണകപ്പൊടി ഉണ്ടായിരുന്നു, അതും കൂടെ കൂട്ടി കുഴച്ചു തുടങ്ങി. മണ്ണായിട്ട് വളം വന്നിട്ട് മിക്സാക്കി. അമ്മ വന്ന് തൈ വെച്ചു. അപ്പനും കൂടി സഹായത്തിന് വന്നിരുന്നു. സവാളച്ചാക്ക് തുന്നി അത് ചുറ്റും വെച്ച് മറച്ചു. മുടുക്കനാക്കിയിട്ടുണ്ട്. ഇനി എൻ്റെ ഊഴം, ഞാൻ പണി തുടങ്ങി. അപ്പം വന്നിട്ട് മുരിങ്ങ വെച്ച് അതിനും ഉടുപ്പിടിച്ച്. പിന്നെ അപ്പൂപ്പനെ ധ്യാനിച്ച് വീണ്ടും കുഴി തുടങ്ങി. അപ്പൂപ്പൻ ഈ ഭാഗത്ത് അവിടെ നിധി കുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ കേട്ടാ. വീടിൻ്റെ തറ പണിതപ്പോൾ കിട്ടിയില്ല, ഇവിടെ നിന്നെങ്കിലും കിട്ടാതെ ഇരിക്കില്ല. അപ്പനും നമുക്ക് ഒരു കൈ നോക്കി നോക്കി. വളം ഇട്ടു, അത് മിക്സാക്കി. തൂമ്പയും കൊണ്ട് ഒന്നുകൂടെ മിക്സാക്കി. ചാണകപ്പൊടി ഇട്ടു. മലേഷ്യൻ കുളം എന്നുള്ളൊരു തെങ്ങാണ് വെച്ചത്. നമ്മുടെ നാടിന് ചേർന്ന തെങ്ങല്ല, ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ട് പണി കിട്ടിയേക്കണേ. കോഴികളൊന്ന് സ്ഥലം പരിശോധിച്ചു. പിന്നെ ഞങ്ങളുടെ സ്ഥലമുള്ളത് ആര് കയ്യേറി. ഇടവേളയ്ക്ക് അമ്മ വീട്ടിലുണ്ടായ മാങ്ങ കൂടി തന്നു. വീണ്ടും കൊത്താൻ ആരംഭിച്ചു. ഇവിടെ വെച്ചത് ബാലിച്ചാമ്പയ്ക്കാണ്. ഇത് റോഡ് സൈഡിൽ കണ്ട ഒരു മന്തക്കൻ ഞാവൽപ്പഴമാണ്. അത് മേടിച്ചിട്ട് ഞങ്ങൾ മുളപ്പിച്ചാണ്. അത് ഇവിടെ നട്ടു, അവിടെ നട്ടു, വീണ്ടും ചെന്തെങ്ങ് വെച്ച് കൊടുത്തായിട്ട്. വീണ്ടും ഇല ഇട്ടത് മൂടി. പിന്നെ അമ്മ ഒരു പേരക്ക കുത്തി തന്നു. വീണ്ടും മുരിങ്ങ നട്ടു, ഇതിനും ഉടുപ്പൊക്കെ ഇടിപ്പിച്ചു. പിന്നെ നട്ടത് കുടംപുളിയാണ്. വീണ്ടും നട്ടുകൊണ്ടേയിരുന്നു.